ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇതെന്താ വ്യാഴാഴ്ച ആയിട്ടില്ലല്ലോ, സാധാരണ വ്യാഴാഴ്ചകളിലാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി തൊട്ട് ഞാൻ ആഴ്ചയിൽ 2 വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അതിലൊന്ന് ഞായറാഴ്ചയും ഒന്ന് വ്യാഴാഴ്ചയും ആയിരിക്കും. എല്ലാവരും കാണുക, മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നതെന്നല്ലേ? ഇന്ന് മലയാളികൾക്ക് ഏറ്റവും ഗൃഹാതുര സ്മരണകൾ ഉണ്ടാക്കി തരുന്ന എല്ലാവരുടെയും ഫേവറേറ്റായ നമ്മുടെ സ്വന്തം ഏത്തക്ക അപ്പം അഥവാ പഴംപൊരി. എല്ലാവർക്കും സുപരിചിതമാണ്. ഇതുണ്ടാക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് കൂടി ഒന്ന് കാണൂ. 4 ഏത്തപ്പഴമാണ് ഞാനിവിടെ ഏത്തക്കാപ്പമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുക്കുക. മാവ് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുക്കുന്നു. ഇനി അതിലേക്ക് എള്ളും ജീരകവും അല്പാൽപമായി ചേർക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇടുന്നു. ഒന്നിൻ്റെയും അളവ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ മനോധർമ്മം പോലെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി അല്പാൽപമായി വെള്ളം ചേർത്ത് സ്പൂണോ കൈയോ ഉപയോഗിച്ച് മാവ് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കുക, വെള്ളം തീരെ കുറഞ്ഞ് ഇതൊരുപാട് കട്ടിയാവാനോ വെള്ളം ഒരുപാടായി ഇതൊരുപാട് അയഞ്ഞു പോവാനോ പാടുള്ളതല്ല. ഈ പരുവത്തിൽ മാവ് തയ്യാറാക്കുക. മാവ് തയ്യാറായി. ഇനി ഏത്തപ്പഴം മുറിക്കുന്നു. ഏത്തപ്പഴം തൊലി കളഞ്ഞ് നടുക്കുകൂടി ഒരു പ്രാവശ്യം മുറിച്ച് 2 ഭാഗങ്ങളായി എടുക്കാം. അല്ലാതെ ഞാനിവിടെ ചെയ്യുന്നത് പോലെ 4 കഷ്ണങ്ങളാക്കി വേണമെങ്കിലും ഏത്തക്കാപ്പം റെഡിയാക്കാം. വറുക്കാനൊക്കെ 4 കഷ്ണങ്ങളാക്കുന്നതാണ് സൗകര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ 4 പീസസ് ആയിട്ട് എടുക്കുന്നത്. ഞാനിവിടെ 4 ഏത്തപ്പഴവും ഇതേപോലെ മുറിച്ച് മാറ്റി വെച്ചു. ഇനി ഏത്തപ്പഴം മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായോ എന്നറിയാൻ ഒരു തുള്ളി മാവ് ഒഴിക്കുന്നു. തിളച്ച എണ്ണയിൽ മാവിൽ മുക്കിയെടുത്ത ഏത്തപ്പഴ കഷ്ണങ്ങൾ ഓരോന്നായി ഇടുന്നു. 4 കഷ്ണങ്ങൾ ഒരേ സമയം ഞാൻ വറുക്കാനിടുന്നുണ്ട്. ഒരു വശം മൂത്ത ശേഷം മറുവശം തിരിച്ചിട്ട് വറുത്തെടുക്കുന്നു. തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുവശങ്ങളും ഒരേപോലെ മൂത്ത് കഴിഞ്ഞാൽ ഇത് കോരി മാറ്റാം. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ പരുവത്തിൽ നിങ്ങൾക്ക് ഇത് കോരി മാറ്റാവുന്നതാണ്. 4 പ്രാവശ്യമായി അങ്ങനെ എല്ലാ ഏത്തപ്പഴവും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നാക്കായ ഏത്തക്ക അപ്പം അഥവാ പഴംപൊരി തയ്യാറായി. നല്ല മുരിഞ്ഞ ഏത്തക്ക അപ്പം. ഏറ്റവും എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഒന്നാന്തരം പലഹാരമാണ് ഏത്തക്കാപ്പം. അതിഥികളോ മറ്റോ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മൂമ്മ ഞൊടിയിടയിൽ ഇതുണ്ടാക്കുന്നത്. രുചിയും ലാളിത്യവും ഉള്ള കേരളത്തിൻ്റെ സ്വന്തം ഏത്തക്കാപ്പം എത്ര കഴിച്ചാലും ആർക്കെങ്കിലും മടുക്കുമോ? അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. വ്യാഴാഴ്ച മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്, മടിക്കരുത്. ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏതാണെന്ന് കോമൻസിൽ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.